ഇനി അനുസ്മരണ പ്രഭാഷണങ്ങളാണ്. ശ്രീ വി വിശ്വനാഥമേനോനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി ശാരദാ മോഹൻ എന്ന അമ്മിണി ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 3 മിഷൻ ചേട്ടൻ്റെ സഖാവ് വി വിശ്വനാഥമേനോൻ അനുസ്മരണ ദിനമാണ്. നല്ലപോലെ അപ്പോൾ ഇന്ന് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജയചന്ദ്രനുണ്ട്. അതുപോലെ വേദിയിലുള്ള ഇന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വൈപ്പിൻ MLA ആയ ഉണ്ണികൃഷ്ണൻ, മറ്റു വേദിയിലിരിക്കുന്ന അജിത്ത്, അതുപോലെ NMPSN ശ്രീ ബെന്നി, അജി, മധു, മറ്റ് എത്രയും പ്രിയമുള്ള പ്രഭാവതി ചേച്ചി, ബേബി ചേട്ടൻ, എല്ലാവരും ഇരിക്കേണ്ട മുന്നിൽ. അഡ്വക്കേറ്റ് അസീസുണ്ട്, അതുപോലെ എനിക്ക് തോന്നുന്നു അലി അക്ബർ ഇപ്പം അങ്ങ് പോയിന്ന് തോന്നുന്നു. അപ്പോൾ മുന്നിലിരിക്കുന്ന എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ പറയേണ്ടത് കുടുംബത്തിലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. ഇവിടെ അജി പറഞ്ഞു, ഞങ്ങൾ പുല്ലുവഴിയും ജയകേരളം സ്കൂളും അതുപോലെ തന്നെ പ്രഭാവതി ചേച്ചിയും ഉപയോഗിച്ചിരുന്ന എല്ലാ കുടുംബത്തിലെ ഒരു അംഗം തന്നെ എന്നുള്ള പോലെയാണ് ഞങ്ങളെല്ലാവരും. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്ന് തന്നെ പറയാം. മൂവാറ്റുപുഴയും അവിടെ വീടുമായിട്ടും ഇവിടെ എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പോൾ അതുപോലെ തന്നെ വിഷ്ണു ചേട്ടൻ്റെ കുടുംബവും, ഞാനത് പറയുമ്പോൾ എടുത്തു പറയേണ്ട മണിയുണ്ട്, അതുപോലെ തന്നെ എല്ലാവരെയും, ബാംഗ്ലൂരൊക്കെ ഞങ്ങൾ ഒരുമിച്ച്, എനിക്ക് ആ കുടുംബവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം എറണാകുളത്ത് അവിടെ വീട്ടിൽ പോയതും, ഇവിടെ തറവാട്ട് വടക്കൂട്ട് വീട് അമ്പാടി വീട്ടിലെ വടക്കൂട്ട് വിശ്വനാഥമേനോൻ എന്നാണല്ലോ, വി വിശ്വനാഥമേനോൻ. അപ്പോൾ ആ വിഷ്ണു ചേട്ടൻ്റെ വീട്ടിൽ പോയതുമൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് നല്ല ഓർമ്മയാണ്. അങ്ങനെയുള്ള സ്വന്തം കുടുംബത്തിലെ ഒരാൾ വിട്ടുപോയപ്പോഴുള്ള ഒരു വിഷമമായിരുന്നു വിഷ്ണു ചേട്ടൻ്റെ വിട പറയലും. അതുപോലെ പ്രഭാവതി ചേച്ചിയാണെങ്കിൽ ഞങ്ങളുടെ ടീച്ചർ കൂടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചിയെ ഈ ആഴ്ചയും സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഓൾഡ് സ്റ്റുഡൻസ് എല്ലാവരും തന്നെ അലൂമിനി അവിടെ കൂടുമ്പോൾ ചേച്ചിയൊക്കെ വരിക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവേശവും അതുപോലെ തന്നെ ഒരു റോൾ മോഡലുമായിട്ട് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും കാണുന്നത്. അപ്പോൾ ഞാൻ അതിൽ എന്താണ് പറയുന്നത്, ഞാൻ ചേട്ടന് സുഖമില്ലാതിരുന്നപ്പോൾ മൂവാറ്റുപുഴയിൽ ഞങ്ങൾ എല്ലാവരും കൂടി പോയി കണ്ടതും, ഇടയ്ക്ക് എറണാകുളത്ത് വെച്ച് കാണുന്നതും, പിന്നെ അച്ഛനും അമ്മാവനും എല്ലാവരും, ആ ഒരു കൊച്ചമ്മാവനും സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന അമ്മാവിൻ്റെ അമ്മായിയാണല്ലോ പ്രഭാവതി ചേച്ചിയുടെയൊക്കെ ചേച്ചിയും. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ പോയ ഒരു വിഷമം തന്നെയായിരുന്നു വിഷ്ണു ചേട്ടൻ്റെ വിട പറയലും. കുടുംബവുമായിട്ടുള്ള ബന്ധം അതൊക്കെയാണ് ഏറ്റവും. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ രാഷ്ട്രീയപര എടപ്പള്ളി കേസിലും അതുപോലെ വിഷ്ണു ചേട്ടൻ്റെ അച്ഛനും എല്ലാ വീട്ടിലുള്ള എല്ലാ സഹോദരിമാരും നല്ല വിദ്യാഭ്യാസം അന്നത്തെ കാലത്ത് നല്ലവണ്ണം പഠിച്ച് LLBയും അതുപോലെ എല്ലാ വിഷയങ്ങളിലും തന്നെ എറണാകുളത്ത് അവർ പഠിക്കാനുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ ചെന്നൈയിൽ പോയി പഠിച്ചും അങ്ങനെ എല്ലാവരും എല്ലാ വിദ്യാഭ്യാസം നല്ലപോലെ നേടി നല്ല വിദ്യാഭ്യാസമുള്ളവരായിട്ടും ഒത്തിരി സ്ഥാനങ്ങളിലിരുന്നവരും തന്നെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. വിഷ്ണു ചേട്ടൻ തന്നെ എടപ്പള്ളി കേസിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അതിൽ ബന്ധപ്പെട്ട് ഇപ്പം ഇവിടെ NMPSN എഴുതിയ ബുക്കിലും അതുപോലെ വിശദമായി പറയുമ്പോൾ അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ പണ്ടും കേട്ടിട്ടുള്ളതുമാണ്, എല്ലാം അറിയുന്നതുമാണ്. അപ്പോൾ ജീവിതം സമൂഹത്തിനായി പൊതുപ്രവർത്തനം എന്ന് പറയുന്ന ഇവിടെ അജിത്ത് പറഞ്ഞ പോലെയും മറ്റ് എല്ലാവരും പറയുന്ന പോലെയും നമ്മൾ ഒരു പൊതുപ്രവർത്തകനാകുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സേവന ഇതിലേക്ക് ഇറങ്ങുക. അത് ഞാൻ വീട്ടിൽ അച്ഛനായിട്ട് പറയുന്നതും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ആരും നമ്മളോട് വന്ന് ചോദിക്കുന്നില്ല, നിങ്ങൾ ഞങ്ങളെ സേവിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സഖാവായിട്ട് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായിട്ട് നിങ്ങൾ ഇറങ്ങി വരാമോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാമോ എന്നാരും ചോദിച്ചല്ല നമ്മളെ കൊണ്ടുവരുന്നത്. നമുക്ക് സ്വയം ആ മനസ്സ് തോന്നിയിട്ടാണ് നമ്മൾക്കത് ചെയ്യണമെന്നുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ സ്വയം ഇറങ്ങിത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം അജിത്ത് പറഞ്ഞ പോലെ അജിത്തിൻ്റെ അച്ഛൻ അമ്മാവനും എല്ലാവരും തന്നെ, ഇവരെല്ലാവരും അച്ഛനെ ഞാൻ കാണുന്ന എല്ലാ അച്ഛൻ്റെ ആ ഒപ്പമുള്ള അല്ലെങ്കിൽ വിഷ്ണു ചേട്ടൻ്റെയും അതുപോലെ തന്നെ അമ്മാവന്മാർ ഇവരുടെയൊക്കെ ഒപ്പമുള്ള എല്ലാ നേതാക്കന്മാരും തന്നെ എല്ലാവരും സഖാക്കളും തന്നെ എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും സ്വയം നാടിനു വേണ്ടി, ഇപ്പോൾ ഈ പറഞ്ഞ അസമത്വത്തിനും അതുപോലെ നാടിന് മറ്റുള്ളവർക്കും വേണ്ടി
EMS ആണെങ്കിലും AKG ആണെങ്കിലും എല്ലാ സഖാക്കൾ എല്ലാവരും ആരും ഒന്നുമില്ലാത്തവരല്ല. അവർക്കിപ്പോൾ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ദേവൻ എന്ന് പറയുന്ന ദേവനാണ് അത് പറയുന്നതാണ്. ശരിക്കും ഇതിനെല്ലാം സ്വന്തമായി സുഖമായി നല്ല ഉദ്യോഗമുണ്ട്. വിഷ്ണു ചേട്ടനാണെങ്കിൽ അഡ്വക്കേറ്റ് ആണ്. അതുപോലെ എല്ലാ നിലകളിലും വിഷ്ണുവിൻ്റെ അച്ഛനും അതായിരുന്നു. അന്ന് നിയമസഭ ഇതുപോലെയുള്ള സഭകളിലുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ കുടുംബത്തിലൊന്നും ഇല്ലാതിരുന്നിട്ടല്ല, എല്ലാം ഉണ്ടായിട്ടും ജനങ്ങളെ സേവിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നാടിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. ആ ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ അതൊരു സേവന എന്ത് ചെയ്യണം എന്നുള്ള അവരോടൊപ്പം നിന്നുകൊണ്ട് സ്വന്തം ആവശ്യത്തിനല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മനസ്സിൽ സ്വയം തോന്നി തന്നെ മുന്നോട്ട് പോയവരാണ്. അതാണ് ഒരു ശരിയായ ഒരു സഖാവിൻ്റെ, ശരിയായ ഒരു നേതാവിൻ്റെ, പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ഞാനും പഠിച്ചിരിക്കുന്നത്. അതാണ് ഞാനും ഇതിലേക്ക് ഒരു പൊതുപ്രവർത്തനമായിട്ടും സാമൂഹ്യ പ്രവർത്തനമായിട്ടുമൊക്കെ എന്നെയും ഇറങ്ങിത്തിരിപ്പിച്ചത്. അല്ലെങ്കിൽ ഇവരെ എല്ലാവരും പോലെ ബാലവേദിയോ അല്ലെങ്കിൽ ചെറിയ പ്രായം മുതലേ ഇതിൽ പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചല്ല. എനിക്ക് തോന്നി എനിക്കും ഇതുപോലെ ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി നമ്മുടെ മുൻപേ പോയവർ കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തോന്നി നമ്മൾ സ്വയം വരുന്നവരാണ്. അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖവും മറ്റുള്ളവരുടെ വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ പോയവരാണ് നമ്മുടെ ഈ മുൻപേ നടന്നു പോയവർ. മിഷൻ ചേട്ടനും അതുപോലെ തന്നെ നമുക്ക് സ്വന്തം ഇതുപോലെ വിട്ടുപോയ മിഷൻ ചേട്ടനെയും എന്നും ഓർത്തുകൊണ്ട് എല്ലാവരെയും ഓർത്തുകൊണ്ട് എല്ലാവരും ഇന്ന് ഈ ഏഴാം അനുസ്മരണ ദിനത്തിൽ എല്ലാ ആദരാഞ്ജലികളും പ്രണാമവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ചുരുക്കട്ടെ. ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.